ഈ കള്ള്, കഞ്ചാവ്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതിരിക്കുക, വീട്ടിലും നാട്ടിലും വഴക്കുണ്ടാക്കുക, ഇതൊക്കെ മോശം സ്വഭാവങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത് എല്ലാവരും. എന്നാൽ നല്ലപോലെ ഒരുങ്ങുക, ജോലിക്ക് പോവുക, അന്തസ്സായി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക, വൃത്തിയായി നടക്കുക, അതൊക്കെ നല്ല സ്വഭാവമായിട്ടാണ് പറയുന്നത്. സാധാരണ നല്ല സ്വഭാവത്തിനാണ് നല്ല പിന്തുണ കിട്ടേണ്ടത്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് ഈ ആദ്യത്തെ ഗണത്തിൽ വരുന്നവർക്കാണ് എല്ലാവരുടെയും പിന്തുണ. അനുസ്മരണ സമ്മേളനം, പിന്നെ അവാർഡുകൾ ഒക്കെ ആ ഗണത്തിൽ വരും. പറയുന്നത് പാവമാണ്, നിഷ്കളങ്കമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ എറിഞ്ഞിടുന്നത് മുഴുവൻ രണ്ടാമത്തെ ഗണത്തിൽ വരുന്നവരെയാണ്, ജീവിക്കാൻ ശ്രമിക്കുന്നവരെ, എങ്ങനെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരെ. എന്ന് വെച്ചാൽ നശിക്കുമെന്നൊരു സന്ദേശം നൽകിയാൽ പിന്നെ ഒരുപാട് സൂക്ഷ്മതക്കാർ നമ്മളെ അങ്ങ് വിടും, നശിച്ചോട്ടെ എന്ന് വിചാരിക്കും. രക്ഷപ്പെടുമെന്ന് തോന്നുമ്പോഴാണ് കല്ലേറും ആക്രമണവും അപവാദവും ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ ഉറപ്പിച്ചോണം നമ്മുടെ പാത ഏതാണ്ട് ശരിയാണെന്ന്. ഒരു ചെറിയ ആത്മപരിശോധനയാകാം. എന്നാലും ഈ പറഞ്ഞതുപോലെ അതിൽ സന്തോഷിക്കണം. തളർന്നു പോകരുത്, തകരരുത്, ആത്മഹത്യയും ചെയ്യരുത്. ജീവിതത്തിലെ പ്രയാസകരമായ ഒരുപാട് ജോലികളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. വളരെ കഠിനമാണ്, ജോലി ഭാരമുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ചിലപ്പോൾ ശരിയുമാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ നമ്മളാകുന്ന നമ്മളെ ഒന്ന് കണ്ടക്ട് ചെയ്യുക, ഒന്ന് ഓർഗനൈസ് ചെയ്യുക, നമ്മളൊന്ന് നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഏറ്റവും ആയാസകരമായ പണിയാണ്. ചിന്തിക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നിയേക്കും. കാരണം ചിലപ്പോൾ നമ്മളിൽ നിന്ന് നമ്മളങ്ങ് വിട്ടുപോയെന്നിരിക്കും. നമ്മുടെ കൈവിട്ട് നമ്മൾ തന്നെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയെ ഓർത്ത് നോക്കിയേ. ഒന്നെങ്കിൽ ആവേശത്തിലേക്ക്, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക്. ഈ രണ്ടവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, പടച്ചതമ്പുരാനെ, ദൈവമേ, എന്നെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ എനിക്ക് നീ ശക്തി തരണേ എന്നാണ്. വേറിട്ടൊരു പ്രാർത്ഥന ഇന്നത് അനിവാര്യമാണ്. ഈ ഭക്തി, വൃത്തി, പ്രകടനം, മാനിപ്പുലേഷൻ അഥവാ നമ്മൾ ബാഹ്യമായി കാണിക്കുക എന്നൊക്കെ പറയുന്ന സംഗതികൾ ആന്തരികമായ ഭാവങ്ങളുമായി ചേർന്ന് നിൽക്കണം. അങ്ങ് സമപ്പെട്ടില്ലെങ്കിലും അതിനോടൊക്കെ താരതമ്യം ചെയ്യാവുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ അത് വലിയ ആന്തരിക സംഘർഷം ഉണ്ടാക്കും, സ്വത്വ സംഘർഷം ഉണ്ടാക്കും. നമ്മളൊക്കെ വീട്ടിൽ ഈ തലയിണയുണ്ടല്ലോ, ആ തലയിണയുടെ കവറ് നമ്മളെപ്പോഴും മാറും ബെഡ്ഷീറ്റുമായി മാച്ച് ചെയ്യാൻ വേണ്ടി. പക്ഷേ അതിനുള്ളിലൊരു തലയിണയുണ്ട്, അതിൻ്റെ നിറം നമ്മൾ ചിലപ്പോൾ അത്ര മൈൻഡ് ചെയ്യൂല. അത് കുറേ പഴകിയാലും നമ്മൾ വിചാരിക്കുന്നത് ഇതിടുമ്പോൾ അങ്ങ് വൃത്തിയാവുമെന്ന. തലയിണയിൽ ചിലപ്പോൾ അത് ശരിയാവും. പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിൽ നിറയെ കറയും അഴുക്കും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ബാഹ്യമായി എത്ര തലയിണ ഇട്ടാലും എത്ര ബെഡ്ഷീറ്റ് പുതച്ചാലും ഉള്ളിൽ മറ്റേതാണ്. മനുഷ്യൻ്റെ വിഷയത്തിൽ ആ ഉള്ളിലെ സോഫ്റ്റ്വെയറാണ് വർക്ക് ചെയ്യുന്നത്. ഈ സോഷ്യൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കേട്ടിട്ടുണ്ടാവില്ല. ഗ്രാവിറ്റേഷണൽ പുള്ളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് വസ്തുക്കളെ ആകർഷിക്കുന്നു, പിടിച്ചു വലിക്കുന്നു, അങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയാണല്ലോ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണത്. ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ കഥ പോലും ഈ സോഷ്യൽ ഗ്രാവിറ്റേഷണൽ സറ്റയറിനകത്തിട്ട് അയാളെ ആക്ഷേപിക്കാൻ വേണ്ടി നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫോഴ്സ് എന്താണെന്നറിയോ? ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടാൻ പോയാൽ ബാക്കി എല്ലാവരും കൂടി ചേർന്ന് വലിച്ച് രക്ഷപ്പെടാതെ പഴയ സ്ഥലത്തേക്ക് ഇങ്ങനെ വലിച്ച് ആസ്വദിക്കുന്നതിനാണ് ഈ സോഷ്യൽ ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയുന്നത്. സമ്പത്ത്, സൗന്ദര്യം, സ്ഥാനമാനങ്ങൾ ഇതൊക്കെ വരുമ്പോൾ ഇത്തരം ഒരു കോടാലിയും കൊണ്ട് നടക്കുന്ന ആളുകൾ രംഗത്തിറക്കും. അവരുടെ കയ്യിലിരിക്കുന്നത് പല്ലിയെരുപ്പാണ്. നമ്മൾ പല്ലിയെരുപ്പ് ഇങ്ങനെ വലിക്കുന്നത്, അതിട്ട് നമ്മളിങ്ങനെ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അതിജീവിച്ച് ആ വലയത്തിന് പുറത്തു പോയാൽ പിന്നെ അഹങ്കാരി, നിഷേധി, വൃത്തികെട്ടവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് വിടും. അവർ പിടിച്ച് വലിക്കുന്നത് പാൻറ്റിലാണെങ്കിൽ പാൻറ്റ് അങ്ങ് കൊടുത്തേക്കണം, നമ്മളങ്ങ് പോകണം. അത് കൈവച്ചുകൊണ്ട് അവരവിടെ നിൽക്കട്ടെ.